കൊട്ടിയൂർ തീർത്ഥാടനത്തിന് പോവുകയായിരുന്ന ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച അപകടം. ട്രാവലറിന്റെ ഡ്രൈവർ അപകടത്തിൽ മരിച്ചു. 5 പേരുടെ നില ഗുരുതരമാണ്. കൊണ്ടോട്ടി പെരിയമ്പലത്താണ് അപകടമുണ്ടായത്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, തുടക്കത്തിൽ തന്നെ ഒരു അപകട വിവരമാണ്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? അപകടത്തിന്റെ കാരണം എന്താണെന്ന് അറിയുന്നു? പരിക്കേറ്റവർക്ക് എങ്ങനെയുണ്ട്? ഈ 1 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതായത് പാലക്കാട് നിന്ന് കൊട്ടിയൂർ തീർത്ഥാടനത്തിന് പോകുന്ന സംഘവും ട്രാവലറിലും ഒപ്പം തന്നെ എതിർവശത്ത് വരുന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ 1 മണിയോട് കൂടി അപകടം ഉണ്ടാകുന്നു. അപ്പോൾ ആ സമയത്ത് ദൃക്സാക്ഷികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അതുവഴി വന്ന യാത്രക്കാരും നാട്ടുകാരും എല്ലാം ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ആദ്യഘട്ടത്തിൽ പുളിക്കല്ലെ ആശുപത്രിയിൽ ഇവരെ എത്തിച്ചു. പിന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എല്ലാവരെയും മാറ്റുകയായിരുന്നു. 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 5 പേരുടെ നില ഗുരുതരമാണെന്നാണ് പറയുന്നത്. ആദ്യം ഈ ടെമ്പോ ട്രാവലറിന്റെ ഡ്രൈവറായ പാലക്കാട് സ്വദേശിയായ രാജേഷിന്റെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 5 പേരുടെ ഗുരുതരമായവരുടെ ചികിത്സ ഇപ്പോൾ തുടർന്ന് വരികയുമാണ് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ 1 മണിയോടുകൂടി ഈ എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നിലവിൽ അപകട കാരണത്തെ കുറിച്ചുള്ള വിവരം ലഭ്യമായിട്ടില്ല. പക്ഷേ തുടക്കഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. കൊട്ടിയൂർ തീർത്ഥാടനത്തിന് പോവുകയായിരുന്ന ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായത്. 10 പേർക്ക് പരിക്കുണ്ട്. അതിൽ 5 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് അറിയുന്നത്. കൊണ്ടോട്ടി പെരിയമ്പലത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. അരുൺ അമൃതനാഥ് തുടരുന്നുണ്ട്. അരുൺ, ഈ 5 പേരുടെ ആരോഗ്യനിലയാണോ ഇപ്പോഴും ഗുരുതരമായി തുടരുന്നത്? എല്ലാവരും ഇപ്പോൾ ഏത് ആശുപത്രിയിലാണ്? മെഡിക്കൽ കോളേജിൽ തന്നെയാണോ എല്ലാവരും ഉള്ളത്? പൂജ, 2 മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. 2 മരണം സ്ഥിരീകരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നാണ്. രമണി എന്ന് പറയുന്ന വനിതയുടെ മരണം കൂടി സ്ഥിരീകരിക്കുകയാണ്. അതായത് നേരത്തെ തന്നെ തുടക്കത്തിൽ തന്നെ ഈ ഡ്രൈവറോടൊപ്പം തന്നെ ഗുരുതര നിലയിലായിരുന്നു. ചികിത്സ പുരോഗമിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അവരുടെ മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2 മരണം അപകടവുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചു എന്നതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് എല്ലാവരും ചികിത്സയിൽ തുടരുന്നത്. 5 പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. എല്ലാവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. 10 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. അത് ആദ്യം ഈ ഡ്രൈവറുടെ മരണം തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ 2ാമത്തെ മരണം കൂടി സ്ഥിരീകരിച്ചു. രാവിലെ തന്നെ വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പൂജ.